കൊണ്ടുവന്നിട്ടുള്ളത് അമേരിക്കൻ ക്രേപ്പിലുള്ള റണ്ണിങ് ഫാബ്രിക്കിന്റെ കളക്ഷൻ ആണ്. നമ്മുടെ ഓൺലൈൻ തുടങ്ങിയ സമയം മുതൽ വളരെയധികം ഡിമാൻഡുള്ള ഒരു ഫാബ്രിക് ആണ് അമേരിക്കൻ ക്രേപ്പ് എന്നുള്ളത്. അപ്പൊ ഈ ക്രേപ്പ് ഫാബ്രിക് തന്നെ ഡിഫറെന്റ് പ്രൈസിലുള്ളതും അതുപോലെ തന്നെ ഡിഫറെന്റ് ക്വാളിറ്റിയിലുള്ളതൊക്കെ കൊണ്ടുവരാറുണ്ട്. ഇത് നമ്മൾ മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ആ അമേരിക്കൻ ക്രേപ്പിന്റെ തന്നെ ഡിഫറെന്റ് ഡിസൈൻസ് ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. പ്രൈസ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ്. 42 rupees പെർ മീറ്റർ ആണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത്. ഒരുപാട് ഡിമാൻഡ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഓൺലൈനിൽ നമ്മൾ വീഡിയോ ഔട്ട് ആകുമ്പോഴേക്കും ഒരുപാട് പേര് കംപ്ലൈന്റ് ചെയ്യാൻ കാണാറുണ്ട്. എന്താ പറയുക, സ്റ്റോക്ക് ഔട്ട് ആയി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതേപോലെ ആ സെയിം ഫാബ്രിക് തന്നെയാണ് ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളത്. 42, 43 ആ ഒരു ഇഞ്ചാണ് ഇതിന്റെ വിഡ്ത് വരുന്നത്. നമ്മുടെ കോട്ടന്റെ പോലെ 44-ലല്ല ഇത് വരുന്നത്. അതുപോലെ തന്നെ ഡിഫറെന്റ് ഡിസൈൻസ് ആണ്, ഡിഫറെന്റ് കളേഴ്സ് ആണ്. നമുക്ക് ഓരോന്നായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ച് നോക്കാം. ഫസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം പ്രിന്റ് ആണ് കേട്ടോ. ഇതെല്ലാം തന്നെ ഡിജിറ്റൽ പ്രിന്റിലാണ് ഈ ക്രേപ്പ് ഫാബ്രിക് വരുന്നത്. ഞാൻ മുമ്പ് ഈ വീഡിയോ ചെയ്തിരുന്ന ഒരുപാട് ഗ്യാപ്പിന് ശേഷമാണ് പിന്നെയും ഇത് വന്നിട്ടുള്ളത്. അപ്പൊ അന്ന് ഒരാൾ കമന്റ് ചെയ്യണം കണ്ടിരുന്നു, നമ്മളിതിനകത്ത് കുറച്ചിങ്ങനെ വർക്കൊക്കെ ഹാൻഡ് വർക്കൊക്കെ ചെയ്ത് കൊടുത്താൽ പാർട്ടി വെയർ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാമെന്നൊക്കെ പറയാൻ കണ്ടു. അപ്പൊ വളരെ കംഫർട്ട് ആയിട്ടൊക്കെ വെയർ ചെയ്യുന്ന അങ്ങനെയൊക്കെ ചെയ്യാമെന്നൊക്കെ പറയുന്നത് കണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെയും ചെയ്യാം, ഇങ്ങനൊരു ഓപ്ഷൻ പറഞ്ഞതേ ഉള്ളൂ. ആക്ച്വലി ഇത് നമുക്ക് ഇതിന് പലാസോ പാൻറ് അല്ലെങ്കിൽ ഡെയിലി വെയർ ആയിട്ടുള്ള കുർത്തികളുടെ ഡ്രസ്സുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. നൈറ്റി സ്റ്റിച്ച് ചെയ്തിട്ടൊക്കെ വെയർ ചെയ്തതിന്റെ പിക്ചറൊക്കെ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. അപ്പൊ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം കുർത്തിയും ഈ ഒരു ഡിസൈൻ വെച്ച് ചെയ്തിട്ടുള്ളതാണ്. ലൈനിങ് ഇല്ലാതെ തന്നെ ചെയ്യാം. ലൈനിങ് ഇല്ലാതെ ചെയ്താൽ പിഞ്ചി പോകുന്നൊക്കെ ചോദിക്കണം, കാണാറുണ്ട്. അങ്ങനെയൊന്നും പിഞ്ചി പോകുന്ന തരത്തിലുള്ള ഫാബ്രിക് അല്ല, നല്ല ക്വാളിറ്റി ഉള്ള ഒരു ക്രേപ്പ് ഫാബ്രിക് ആണ്. 42 rupees ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ഫസ്റ്റ് വൺ ഒരു നേവി ബ്ലൂ കളറിനകത്തേക്ക് ലീവ്സിന്റെ പ്രിന്റ് ആണ്. ഇതിന്റെ തന്നെ ഈ ഒരു പ്രിന്റിൽ തന്നെ 4 കളറാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അതിനുശേഷം വേറെ 2 ഡിസൈനിന്റെ 4 കളേഴ്സ് കാണുന്നുണ്ട്. ഫസ്റ്റ് വൺ ഇങ്ങനെയാണ് വരുന്നത്. ലീവ്സിന്റെ പ്രിന്റ് ആണ് കേട്ടോ. നേവി ബ്ലൂ കളറിനകത്തേക്ക് ഒരു ലൈറ്റ് ആയിട്ടുള്ള ചിക്കു കളർ എന്ന് പറയാം, അതിന്റെ കളറിലൊക്കെ ഉള്ള ഒരു പ്രിന്റ് ആണ്. ക്ലോസ് ചെയ്ത് കാണിക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആകും. ഈ ഒരു പ്രിന്റ് തന്നെ 3 കളർ കൂടെ എനിക്ക് കാണാനുണ്ട്. നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഒരു ഓറഞ്ച് കളർ, അതുപോലെ തന്നെ ആ ഒരു ടോണിലേക്ക് പോകുന്ന പോലത്തെ ഒരു കളറിലാണ്. ഇങ്ങനെയാണ് ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു കളർ വരുന്നത്. കുറച്ച് കളർ ഇഷ്ടമുള്ളവർക്ക്, ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഇഷ്ടമുള്ളവർക്ക് പറ്റുന്ന ഒരു കളറാണ് നെക്സ്റ്റ് വൺ നമ്മളിപ്പോൾ കണ്ടത്. ഈ കാണുന്നതും ഒരു എന്താ പറയുക, ടെർക്കോയ്സ് ബ്ലൂ എന്നൊക്കെ പറയുന്ന ആ ഒരു കളറിലേക്കാണ്. എല്ലാം തന്നെ ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന പോലത്തെ കളറാണ്. ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത്. 42 rupees ആണ് പ്രൈസ് വരുന്നത്. 42 ഇഞ്ച് വിഡ്ത്തിൽ തന്നെയാണ് ഇതിന്റെ വിഡ്ത്ത് വരുന്നത്. പ്രൈസും വിഡ്ത്തും സെയിം ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഒരു പീച്ചിന്റെ ഷെയ്ഡിലേക്കാണ്. പീച്ചിന്റെ ലൈറ്റും ഡാർക്കും ആയിട്ടുള്ള ടോണിലാണ് ഇതിനകത്തുള്ള പ്രിന്റ് പോകുന്നത്. ഇങ്ങനെയാണ് ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഡിസൈൻ വരുന്നത്. മുകളിലേക്ക് പോകുന്ന പോലെ തന്നെ വരും. ഫോൾഡിങ്ങിന്റെ ഡിഫറൻസ് കൊണ്ടാണ് താഴോട്ട് പോകുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. നെക്സ്റ്റ് വൺ സെയിം ഫാബ്രിക് തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രിന്റ് ആണ്. ഒരു ഫ്ലോറൽ പാറ്റേണിലുള്ള പ്രിന്റ് ആണ്. ഇതിൽ വന്നിട്ടുള്ളത് ഒരു കോഫി ബ്രൗൺ കളറിനകത്തേക്കാണ് ഇത് വന്നിട്ടുള്ളത്. അതിനകത്ത് തന്നെ ഓറഞ്ചും യെല്ലോയും ഒക്കെ ആയിട്ടുള്ള കളറിലുള്ള പ്രിന്റ് ആണ് കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രിന്റ് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. സോഫ്റ്റ് ആയിട്ട് ബോഡി ഹഗ്ഗിംഗ് ആയിട്ട് കിടക്കുന്ന തരത്തിലുള്ള ഫാബ്രിക് തന്നെയാണ്. നെക്സ്റ്റ് വൺ കാണുന്നത് ഒരു നേവി ബ്ലൂ കളറിനകത്തേക്ക് പീച്ച് കളറിലൊക്കെയുള്ള ഒരു പ്രിന്റ് ആണ് ഇതിനകത്ത് പോകുന്നത്. സെയിം പ്രിന്റ് തന്നെ, പ്രിന്റിന്റെ കളറിനും അതുപോലെ ഫാബ്രിക്കിന്റെ ബേസ് കളറും ഒക്കെയാണ് ചേഞ്ച് ആയിട്ട് വരുന്നത്. ഇങ്ങനെയാണ് ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. എല്ലാം നല്ല ഡാർക്ക് ആയിട്ടുള്ള കളേഴ്സ് ആണ്. നെക്സ്റ്റ് വൺ പർപ്പിൾ കളറാണ്. സെയിം പ്രിന്റ് തന്നെയാണ്, ഇതിന്റെ പർപ്പിൾ കളറിലുള്ളതാണ് കേട്ടോ. 42 rupees മാത്രമാണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. ഒരുപാട് ഡിമാൻഡ് ഉള്ള ഒരു ഫാബ്രിക് ആണ് നമ്മുടെ അടുത്ത് ഈ അമേരിക്കൻ ക്രേപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ കുറെ നാളിന് ശേഷമാണ് ഞാനിത് കൊണ്ടുവരുന്നത്. ലാസ്റ്റ് വൺ ഈ ഒരു ഡിസൈനിൽ തന്നെ ലാസ്റ്റ് വൺ ബ്ലാക്ക് കളറിലാണ്. ബ്ലാക്കും ബ്ലൂവും പീച്ചും ഒക്കെ ആയിട്ടുള്ള കളറിലാണ് ഇതിന്റെ പ്രിന്റ് പോകുന്നത്. ഇതെല്ലാം തന്നെ എന്താ പറയുക, ഡിജിറ്റൽ പ്രിന്റിലാണ് ഫാബ്രിക്കിന്റെ പ്രിന്റ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വൺ വേറെ ഡിസൈൻ ആണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ 3 ഡിസൈൻ ആണ്, അതിന്റെ തന്നെ 4 കളേഴ്സ് ആണ്. നെക്സ്റ്റ് വൺ നമ്മൾ ബ്ലാക്ക് ചെറിയ ഫ്ലവർ പാറ്റേൺ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ചോയ്സ് ആണ്. ഇതൊരു ഫ്ലവേഴ്സിന്റെ ഒരു കൂട്ടമായിട്ടുള്ള ഒരു പ്രിന്റ് ആണ് ഇതിനകത്ത് പോകുന്നത്. പീച്ച് കളറും ഗ്രീൻ കളറും ഒക്കെ ആയിട്ടുള്ള പ്രിന്റ് ആണ്. നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് കേട്ടോ. ഇതിൽ തന്നെ 3 കളർ കൂടെ കാണാനുണ്ട്. നെക്സ്റ്റ് വൺ ഗ്രീൻ ആണ്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ കളറിനകത്തേക്ക് സെയിം കളറിലുള്ള സെയിം പ്രിന്റ് ആണ്. അതായത് ഫ്ലവർ പാറ്റേണിലുള്ള പ്രിന്റ് തന്നെയാണ്. 42 ഇഞ്ച് വിഡ്ത്തിൽ 42 rupees പെർ മീറ്ററിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഒരു മെറൂണിഷ് ആയിട്ടുള്ള ഒരു റെഡ് കളർ. ഒരുപാട് ബ്ലഡ് റെഡ് അല്ല, എന്നാൽ ഒരുപാട് ഡാർക്ക് ആയിട്ടുള്ള മെറൂണും അല്ല. നല്ലൊരു റെഡ്
നേവി ബ്ലൂവിനകത്താണ്. നേവി ബ്ലൂവിനകത്ത് സെയിം പ്രിന്റ് തന്നെയാണ്. പീച്ച് കളറും ഗ്രീൻ കളറിലും ഒക്കെയുള്ള പ്രിന്റാണ്. ഇങ്ങനെയാണ് ഇത് വേറെ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. നമ്മൾ ഇന്ന് കണ്ടത് അമേരിക്കൻ ക്രേപ്പിലുള്ള റണ്ണിങ് ഫാബ്രിക്കിന്റെ കളക്ഷൻ ആണ്. 3 ഡിഫറെന്റ് പ്രിന്റുകൾ കണ്ടു. അതിന്റെ തന്നെ 4 കളേഴ്സ് കണ്ടു. 42 rupees per മീറ്ററിൽ 42 ഇഞ്ച് വിഡ്ത്തിലാണ് ഫാബ്രിക് വരുന്നത്. ലൈനിങ് ഇല്ലാതെ നമുക്ക് ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ കണ്ടതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. സ്റ്റിച്ച് ചെയ്ത് വേണമെന്നുള്ളവർക്കും 8891060222 കോൺടാക്ട് ചെയ്യണേ. ഞങ്ങളുടെ കളക്ഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പേജ് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.